ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ചൈൽഡ്ഹുഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ എന്ത് സിറ്റുവേഷനാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ അത് മാറാനുള്ളൊരു ചാൻസ് ഉണ്ടോ, എന്നത്തേക്ക് മാറും എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, എന്നാലും ഏകദേശ സമയം നമുക്ക് നോക്കാം. ഓക്കെ, സോ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തെല്ലാം തന്നെ ഒരുപാട് പേര് ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് എന്നൊരു മാറ്റം വരാറുണ്ട്, അതേപോലെ തന്നെ ക്യാഷ് വേസ് കാര്യമോ ജോബ് റിലേറ്റഡ് കാര്യത്തിന് എന്നൊരു മാറ്റം വരും. ഈ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് പ്രത്യേകമായി ഈ ഒരു റീഡിംഗ്. സോ നമ്മൾക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല, ഇതിലെന്തൊക്കെ ഏഞ്ചൽ മെസ്സേജ് കിട്ടുന്നു എന്നെല്ലാം തന്നെ നമ്മൾക്ക് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഒരു മാറ്റം എന്നത്തേക്കുണ്ടാകും, ഏഞ്ചൽ മെസ്സേജ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, എന്തൊക്കെ മാറ്റങ്ങളാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായും ഇന്നത്തെ റീഡിങ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം ഉണ്ടാകുമോ, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്, ഈ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് മാറിക്കിട്ടുമോ എന്നത്തേക്കായിരിക്കും. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ ആൻഡ് ഫസ്റ്റ് കാർഡ്. ഫസ്റ്റ് തന്നെ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ, ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളതും. ഓക്കെ, അതായത് 10 ഓഫ് റോഡ്സ് ആണ്. സ്ട്രഗ്ലിംഗ് ഫേസിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ടൊരു വെയിറ്റിംഗ് എനർജി ആയിരുന്നു. അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ ലൈഫ് ഒരു വെയിറ്റിംഗ് എനർജിയിലായിരിക്കാം നിൽക്കുന്നത്. കൂടുതൽ പേരുടെയും കേസിൽ ലൈഫ് ഇനിയും മുന്നോട്ടേക്ക് എന്തായി തീരുമെന്നറിയാൻ പറ്റാതെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സിറ്റുവേഷൻ കുറച്ചൊരു വേഴ്സ്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് മേ ബി ജോബ് റിലേറ്റഡോ അല്ലെങ്കിൽ കരിയർ വൈസ് ക്യാഷ് വേസ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിരിക്കാം. ഓക്കെ, മൊത്തത്തിലുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് വരാൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവ് എനർജി നിങ്ങളെ ഇങ്ങനെ ഒരു വിക്റ്റിമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾക്ക് നോക്കാം, ബാക്കി കാർഡ്സും കൂടി നോക്കാം. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു 10 ഓഫ് റോഡ്സ് എന്നുള്ളൊരു സിറ്റുവേഷന് ഒരു മാറ്റം വരുമോ. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, പോസിറ്റീവായിട്ടിരിക്കുക. 10 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് നോക്കാം, വീണ്ടും 10 ആണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര വേഴ്സ്റ്റ്, ഒരുപാട് കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന രീതിയിൽ ഒരു ഇൻകമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല, കടങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് വന്നിട്ടുള്ളതായിരിക്കാം. ജോബ് റിലേറ്റഡ് കരിയർ വൈസ് കാര്യത്തിലോ ക്യാഷ് വേസ് കാര്യത്തിലോ ജോബ് നഷ്ടപ്പെടുമോ, ബിസിനസ് ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്നൊരവസ്ഥയോ, അല്ലെങ്കിൽ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാത്തൊരവസ്ഥയോ, ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ഫേസ്, എക്സ്ട്രീം ലെവൽ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സഹായം, യൂണിവേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ്. അത് കിട്ടുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സിറ്റുവേഷന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. ഒരു സഹായം കിട്ടും. ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറിക്കിട്ടും എന്ന് തന്നെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. 10 ഓഫ് റോഡ്സ് ആൻഡ് 10 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. റിലേഷൻഷിപ്പിലും നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, സെപ്പറേഷൻ വന്നിട്ടുണ്ടായിരിക്കാം. സോ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, മെൻ്റലി ഡൗൺ ആയിരിക്കാം, ഭയങ്കര ഒരു സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ എന്തായി തീരും എന്നുള്ളത് നമുക്ക് ബാക്കി നോക്കാം. ഒരു സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കാണുന്നവരുടെ ലൈഫിൽ മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ,
ത്രീ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 9 ഓഫ് റോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ചിലരുടെ കേസിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷേ അതെല്ലാ കാര്യങ്ങൾക്കും തികയുന്നില്ല, എല്ലാ ആവശ്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നില്ല, ഒരു ബുദ്ധിമുട്ട് വരുന്നു. നിങ്ങൾക്ക് ഇൻകം ഉണ്ടായിരിക്കാം, പക്ഷേ അത് എല്ലാ കാര്യങ്ങളിലും യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടൈറ്റ് വരുന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരുണ്ട്, അത് കുറേയും കൂടി ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു 3 മാസത്തേക്ക് നിങ്ങളുടെ ഹെൽത്ത്, 3 ആഴ്ച ഈ ഒരു ടൈമൊക്കെ നിങ്ങൾ ഹെൽത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നതിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം എന്നുള്ളൊരു യൂണിവേഴ്സൽ മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. നല്ലതല്ലാത്ത ഒരു ജോലിയിലായിരിക്കാം നിൽക്കുന്നത്, വേറെ നല്ല ഓഫേഴ്സ് വന്നിട്ട് നിങ്ങൾ സ്വീകരിക്കാതെ നിൽക്കുന്നതായിരിക്കാം, അങ്ങനെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം, അത് തന്നെ വേണമെന്ന് നിങ്ങൾ വാശി പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി വീണ്ടും വീണ്ടും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ സത്യാവസ്ഥ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് പറയുന്നത് എന്താണോ കഴിഞ്ഞു പോയത്, എന്തായിരുന്നോ നിങ്ങളുടെ പാസ്റ്റ്, അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനിനി നമ്മൾക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും തന്നെ മാറ്റാൻ പറ്റുകയില്ല. സോ തീർച്ചയായിട്ടും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ 8 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. പാസ്റ്റിൽ നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഭയങ്കര ഒരു പെയിൻ കിട്ടിയിട്ടുണ്ട്, ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ. ഇവിടെ 101% നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ട്രോമ, ഈ റീഡിങ് ആരൊക്കെ കാണുന്നുണ്ടോ അതിലൊരു 60% ആൾക്കാർക്കും, ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴും ഒരു പേടി പോലെ നിലനിൽക്കുന്നു, മുന്നോട്ടേക്ക് ശരിയാകുമോ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു സ്റ്റക്നെസ് വരുന്നു ലൈഫിൽ, ഒരു നെഗറ്റീവ് എനർജി, മേ ബി എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും നിങ്ങൾക്ക് അത്രയും ഇഷ്ടവും സപ്പോർട്ടും തന്നു നിൽക്കേണ്ട സമയത്ത് ആ ഒരു സപ്പോർട്ടോ കെയറോ അതെ ഇട്ടിട്ട് പോയൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ റിലേഷൻഷിപ്പിലോ ഒരു സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പേടി, ഈ ഒരു സ്റ്റക്നെസ്, ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുത്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. മെഡിറ്റേഷൻ കാര്യങ്ങളിലൂടെ, യോഗ പ്രാക്ടീസ് ചെയ്യാം, റേക്കി ഹീലിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്ത് റേക്കി ഹീലിംഗ് ചെയ്യാം. ഓക്കെ, ഇവിടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇത് അത്രയ്ക്കും നല്ലൊരു കണക്ഷനായിട്ടൊരു 20% ആൾക്കാർക്ക് ഒരു 20 അല്ല ഒരു 30% നമ്മൾക്ക് പറയാൻ സാധിക്കും. അത്രയ്ക്കൊരു നല്ലൊരു കണക്ഷനായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ അത് തന്നെ വേണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്നൊരവസ്ഥ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് കാണിക്കുന്നു. ഓക്കെ, സോ ആ ഒരു വാശിയാണ് കളയേണ്ടത്. അവർ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സ്നേഹം അതേപോലെ തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. സോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു വെയിറ്റിംഗ് എനർജി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. ആദ്യം 10 ഓഫ് റോഡ്സ് ആയിരുന്നു, പിന്നെ ഇവിടെ നമുക്ക് ബോട്ടം കിട്ടിയിട്ടുള്ളത് 9 ഓഫ് റോഡ്സ് ആണ്. സ്റ്റിൽ നിങ്ങൾ പല കാര്യത്തിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, ലൈഫിലൊരു നല്ല സമയം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, പല കാര്യത്തിൻ്റെയും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, വലിയൊരു ചേഞ്ചാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുന്നോട്ടേക്ക്, അതും ഒരു കൺഫ്യൂഷനിലൂടെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു നെഗറ്റീവ് എനർജി. ആ ഒരു കൺഫ്യൂഷൻ മാറി വളരെ പോസിറ്റീവായിട്ട് അത് പ്രതീക്ഷിച്ച് അത് ലൈഫിൽ അട്രാക്റ്റ് ചെയ്തെടുത്താൽ അത് നടക്കും. നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം. എന്തായിരിക്കും ഇതിൻ്റെ ബാക്കി, എന്തായിത്തീരും ഈ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ, അല്ലെങ്കിൽ എന്നത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറും എന്ന് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഈ ഒരു സിറ്റുവേഷൻ 10 ഓഫ് റോഡ്സ് ആൻഡ് 9 ഓഫ് റോഡ്സ്, ഈ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ മാറി, ഒരു പാസ്റ്റ് ലൈഫ് ട്രോമാസ് എല്ലാം മാറി മുന്നോട്ടേക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു റീഡിംഗ് കാണുന്നവർക്കായി വരാൻ പോകുന്നത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കാം. എന്തൊക്കെ യൂണിവേഴ്സൽ മെസ്സേജാണ്. ഓക്കെ, ദ ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 8 ഓഫ് റോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റിൽ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം തന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരുടെ എല്ലാം തന്നെ റിയൽ ഫേസ് അതല്ല എന്നിവിടെ കാണിക്കുന്നു. മേ ബി ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ
റിലേറ്റീവ്സോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒരു നെഗറ്റീവ് എനർജി, ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടൊരു മാസ്ക് ഇട്ട രീതിയിൽ, ഓക്കെ, ആളുടെ ശരിക്കുമുള്ള ക്യാരക്ടറല്ല നിങ്ങളെടുത്ത് കാണിക്കുന്നത്. മേ ബി ഭയങ്കര സ്നേഹത്തിലൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്കത് നെഗറ്റിവിറ്റി വരുത്തുന്നുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു തീരുമാനം എടുക്കുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ വിൽ പവർ കൊണ്ട് അത് മുന്നോട്ടേക്ക് ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ യിങ് യാങ് എനർജി ഈക്വൽ ആകാൻ പോകുന്നു. സോ അതുകൊണ്ട് തന്നെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ലൈഫിൽ മുന്നോട്ടേക്ക് നടക്കും. ആൻഡ് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂടെ നിന്നൊരു മാസ്ക് ഇട്ട രീതിയിലുള്ള ആൾക്കാർ അവരുടെ ശരിക്കുമുള്ള ക്യാരക്ടർ അല്ല നിങ്ങളുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ. ഓക്കെ, സോ അങ്ങനെ ഒരു അനുഭവം ആരെങ്കിലും നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഞാൻ പറയില്ല. ഒരു ടോക്സിക് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇനിയും നിങ്ങൾക്ക് പെയിൻ തരുന്ന രീതിയിൽ. മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ജോലി ചെയ്യുന്ന സ്ഥലത്തെയോ. ഓക്കെ, സോ വീണ്ടും നിങ്ങൾക്ക് പെയിൻ തരുന്ന രീതിയിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പ് ഉള്ളവർ, ഒരു നോക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വീണ്ടും വന്ന ആ ഒരു വ്യക്തി നിങ്ങൾക്ക് കുറേ പെയിൻ തരാനുള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് നിന്ന് കൊടുക്കാതിരിക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നൊരു സഡൻ ചേഞ്ച് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ക്യാഷിനാണ് ആവശ്യം, അല്ലെങ്കിൽ ഒരു ജോബ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ കുറേ ശ്രമിച്ചിട്ടും ഭയങ്കര ലാഗ് അടിച്ച് നിന്ന കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് പോസിബിളായി കിട്ടും. ഒരു ജോബ് ഓഫർ വരിക, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ജോബ് ഓഫർ വരിക. ഇപ്പോൾ ട്രാവലിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 8 ഓഫ് റോഡ്സ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വിസയൊക്കെ ശരിയാവുമോ, അല്ലെങ്കിൽ ബാക്കി അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, സഡൻ ആയിരിക്കും. ഓക്കെ, എല്ലാം പെട്ടെന്നൊരു മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ്. റിലേഷൻഷിപ്പിലും ഇത് കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ കട്ട് ചെയ്യുക. ടോക്സിക് റിലേഷൻഷിപ്സൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് കൂടുതലായും അതിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു വിക്റ്റിം ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും മാറുക. ഇൻ ആൻഡ് ഔട്ട് എനർജിയിൽ ഒരുപാട് പെയിൻ ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറുക. വീണ്ടും അതായിരിക്കും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും പെയിൻ കിട്ടാനുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് വീണ്ടും പോകാനുള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് നിന്ന് കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആർക്കും നിങ്ങളെ തന്നെ ഇട്ട് കൊടുക്കാതിരിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. പെട്ടെന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി നിങ്ങൾക്ക് അതിൽ നിന്നും ഓവർകം ചെയ്ത് വരുന്നതായിരിക്കാം. അത് വലിയൊരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആയി നിങ്ങളുടെ ലൈഫായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് വരാമെന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ ട്രാവലായിരിക്കാം, ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനോ, ഒരു ബേബി ഷവറോ, മാരേജ്, എൻഗേജ്മെൻറ്റ്, ഒരു ജോബ് ഓഫർ കിട്ടുന്നതോ, എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്നതോ സ്റ്റുഡൻസിനൊക്കെയും നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. ട്രാവൽ ഇവിടെ ഭയങ്കര ഒരു നിങ്ങളുടെ അടുത്ത സമയത്ത് തന്നെ, വരും മാസങ്ങളിൽ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് ബാക്കിയും കൂടി നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരു മാറ്റം വരും, അത് പെട്ടെന്ന് തന്നെ ആയിരിക്കും. 8 മാസത്തിൽ ആ ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. 7 മാസം 8 മാസമാണ് ഇവിടെ കാണിക്കുന്നത് ഫുൾ കാർഡ്സിലും. ഓക്കെ, സോ ഒരു 7 മാസം 8 മാസത്തിൽ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. അത്രയും ഓറാ പവർ ഉള്ളവരാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമയൊക്കെ ഹീലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷനിലൂടെയും യോഗയിലൂടെയും റേക്കി ഹീലിങ്ങിലൂടെയും ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഹീൽ ചെയ്തെടുത്തവരാണെങ്കിൽ 7 ആഴ്ച 8 ആഴ്ചയിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം വന്നു തുടങ്ങും. ഓക്കെ, അധികം താമസമില്ലാതെ തന്നെ ആ ഒരു മാറ്റം വന്നു തുടങ്ങുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. 7 ആഴ്ച 8 ആഴ്ച എന്ന് പറയുമ്പോൾ ഇത്ര നാളേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റം ലൈഫിൽ വന്നു തുടങ്ങും. ഡേ ബൈ ഡേ ഓരോ മാറ്റം വന്നു തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നമ്മൾക്ക് ഒരു സെക്ഷൻ കാർഡ്സും കൂടി എടുക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, എന്തൊക്കെ കാര്യങ്ങളാണ്, യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് നോക്കാം.
ഇവിടെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് നോക്കാം 7 മാസം 8 മാസം സമയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴെന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതിനെ ഓവർകം ചെയ്യാനായിട്ട് പല അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ലൈഫും മാറുന്ന രീതിയിൽ ഒരു ജോബിൻ്റെ ആയിരിക്കാം, ജോബിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പുതിയ പേഴ്സൺ ലൈഫിലേക്ക് വരാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ മൂവ് ഓൺ ആകാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് മേ ബി ടോക്സിക് ആയിരിക്കാം. ഇവിടെ ഒരു ടോക്സിക് കണക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ. സോ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു ചാൻസ്, അത് മാരേജ് അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ കല്യാണ ആലോചനയൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം 7 months 8 months ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ ക്യാഷ് വേസ് കാര്യത്തിനൊക്കെയും തന്നെ, ജോലിക്ക് അതേപോലെ തന്നെ ഒരു കോഴ്സൊക്കെ നോക്കുന്നവർക്കും നല്ലൊരു സമയം തന്നെയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടിയെടുക്കാനും പറ്റുന്നൊരവസരമായിട്ട് നിൽക്കുന്നുണ്ട്. ലൈഫിലൊരു മാറ്റം വരും, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ടും ഇപ്പോൾ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. സോ ടേക്ക് കെയർ, ബൈ.